A transformer is a device that changes AC electric power at one voltage level to AC electric power at another voltage level through the action of magnetic field. അതായത് ഇലക്ട്രിക്കൽ എനർജീനെ ഒരു വോൾട്ടേജ് ലെവലിൽ നിന്ന് വേറൊരു വോൾട്ടേജ് ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ട്രാൻസ്ഫോമർ. There are two or more stationary electric circuits that are coupled magnetically. അതായത് രണ്ടോ അതിലധികമോ സർക്യൂട്ട്സ് ഇവിടെ മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണ്. Transformers provide much needed capability of changing voltage and current levels easily. അതായത് ഇലക്ട്രിസിറ്റി ഒരു വൈദ്യുതി നിലയത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി അതിനെ ഹൈ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇനി ഇങ്ങനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ഇലക്ട്രിക്കൽ എനർജി എൻഡ് യൂസേഴ്സ് അവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറഞ്ഞ വോൾട്ടേജിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഒരു ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോമർ ഹാവ് മെയിൻലി 3 parts: core, primary winding, secondary winding. The core is the vital part of the transformer which provides a continuously magnetic path, a minimum of air gap. The core is constructed with laminated steel sheet which is high in silicon content, high permeability and low hysteresis loss. അതായത് ഒരു ട്രാൻസ്ഫോമറിലെ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണ്. മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആവാൻ കാരണം കോറാണ്. കോറ് നിർമ്മിച്ചിരിക്കുന്നത് ഹൈ സിലിക്കൺ കണ്ടന്റ് ഉള്ള ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ചിട്ടാണ്. അതായത് പ്രൈമറി വൈൻഡിങ് ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ് ആർ കോപ്പർ കണ്ടക്ടേഴ്സ്. ഈ കോർ എന്ന് പറയുന്നത് സ്റ്റീൽ കണ്ടന്റ് ആണ്, അഥവാ അയൺ കണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ അയൺ പാർട്സും ഉണ്ട് കോപ്പർ പാർട്സും ഉണ്ട് ഒരു ട്രാൻസ്ഫോമറിൽ. അയൺ പാർട്സിൽ സംഭവിക്കുന്ന ലോസസ് ആണ് ഹിസ്റ്റെറിസിസ് ലോസും എഡി കറന്റ് ലോസും. എഡി കറന്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലാമിനേറ്റഡ് സ്റ്റീൽ ഷീറ്റ് വെച്ചിട്ട് ഈ കോർ നിർമ്മിച്ചിരിക്കുന്നത്. ഹിസ്റ്റെറിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ സിലിക്കൺ കണ്ടന്റ് ഉള്ള മെറ്റീരിയൽ വെച്ചിട്ട് കോർ നിർമ്മിച്ചിരിക്കുന്നത്. Based on constructional differences, the transformers are of two types. The two types are core type and shell type. In both core and shell type transformer, the laminations are in the following types: L, E and I types, which are shown in the figure. To avoid high reluctance at joints, the laminations are butted each other. അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള ഇ, എൽ, അതേപോലെ ഐ ഇങ്ങനെയുള്ള സെക്ഷൻസ് വെച്ചിട്ടാണ്, ഇങ്ങനത്തെയുള്ള സെക്ഷൻസ് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടാണ് ട്രാൻസ്ഫോമറിന്റെ കോർ നിർമ്മിച്ചിരിക്കുക. In core type transformer, the windings surround the considerable part of the core. ഒരു കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ അതായത് പ്രൈമറി വൈൻഡിങ്സും സെക്കൻഡറി വൈൻഡിങ്സും കോറിനെ ചുറ്റിയിട്ടാണ് ഉണ്ടാവുക. അതായത് നമ്മൾ കൂടുതലായിട്ട് കാണുക വൈൻഡിങ്സ് ആണ് കാണുക. നേരെ ഇവിടെ ചിത്രത്തിൽ നോക്കിയാൽ കാണാം ഒരു കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ. ആ കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിന്റെ രണ്ട് ലിമ്പിലും ഹൈ വോൾട്ടേജും ലോ വോൾട്ടേജ് വൈൻഡിങ്സും ചുറ്റിയിട്ടുണ്ട്. ലോ വോൾട്ടേജ് വൈൻഡിങ്സും ഹൈ വോൾട്ടേജ് വൈൻഡിങ്സും ഒരേ ലിപ്പിൽ തന്നെയാണ് ചുറ്റിയേക്കുന്നത്. ലോ വോൾട്ടേജിന്റെ മുകളിൽ ഹൈ വോൾട്ടേജ് വൈൻഡിങ് ചുറ്റിയേക്കാണ്. ലോ വോൾട്ടേജ് വൈൻഡിങ്സ് ആണ് സാധാരണ
കോറിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ കാരണം ലോ വോൾട്ടേജ് വൈൻഡിങ്സിന് കുറഞ്ഞ ഇൻസുലേഷൻ കൊടുത്താൽ മതി എന്നുള്ള കാരണം കൊണ്ടാണ്. അടുത്ത ലിമ്പിലും ഇതേപോലെ ലോ വോൾട്ടേജും അതിന് ചുറ്റും ഹൈ വോൾട്ടേജ് വൈൻഡിങ്സും ചുറ്റിയിട്ടുണ്ട്. Shell type transformer is a simple rectangular form and the core surrounds the considerable part of the winding. Both primary and secondary windings are placed in the one limb. അതായത് ഒരു ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിലുള്ള ഒരു ലിമ്പിൽ ഈ പ്രൈമറി വൈൻഡിങ്സും സെക്കൻഡറി വൈൻഡിങ്സും ചുറ്റിയിട്ടുണ്ട്. അതിൽ ചുറ്റും കാണുന്നത് കോറാണ്. അതായത് ഇവിടെ കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് കോറാണ്. ഇനി അടുത്തത് EMF ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ. അതായത് ട്രാൻസ്ഫോമർ ഒരു പവർ കൺസ്യൂമിങ് ഡിവൈസ് അല്ല, മറിച്ച് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ്. അതായത് വോൾട്ടേജ് ഒരു ലെവലിൽ നിന്നും വേറൊരു ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിന് രണ്ട് വൈൻഡിങ്സ് ആണുള്ളത്, പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ്. പ്രൈമറി വൈൻഡിങ്ങിൽ വരുന്ന വോൾട്ടേജിനെ സെക്കൻഡറി വൈൻഡിങ്ങിൽ അത് വേറൊരു വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു ത്രൂ ദ ആക്ഷൻ ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. സപ്പോസ് N1 be the number of turns in the primary coil. അതായത് ആദ്യത്തെ പ്രൈമറി കോയിലുള്ള നമ്പർ ഓഫ് ടേൺസ്, അതായത് എത്ര ചുറ്റുണ്ട് എന്നുള്ളത് N1 ആണെന്ന് ഇരിക്കട്ടെ. ഇനി സെക്കൻഡറി കോയിലിൽ അത് N2 ആണെന്ന് ഇരിക്കട്ടെ. ഇനി മാക്സിമം ഫ്ലക്സ് ഇൻ ദ കോർ, അതായത് മാഗ്നറ്റിക് കോറിൽ നമ്മൾ V1 എന്ന് പറയുന്ന വോൾട്ടേജ് കൊടുത്തു, അതുമൂലം ഉണ്ടാകുന്ന ഫ്ലക്സ് അത് പൈ ആണെന്ന് ഇരിക്കട്ടെ. അന്നേരം ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബേഴ്സ് ആണ്, ഫ്ലക്സ് ഡെൻസിറ്റീൻ്റെ യൂണിറ്റ് ടെസ്ലയാണ്, ഏരിയ ഈസ് ഇൻ മീറ്റർ സ്ക്വയർ. ഇനി ഫ്രീക്വൻസി ഓഫ് ദി ആൾട്ടർനേറ്റിംഗ് ഫീൽഡ് എഫ് ആണെന്ന് ഇരിക്കട്ടെ, ഇറ്റ് ഈസ് ഇൻ ഹേർട്സ്. നമ്മുടെ യൂട്ടിലിറ്റി ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. ഇവിടെ കോറ് മാഗ്നറ്റൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ വോൾട്ടേജ് V1 എന്ന് പറഞ്ഞ സോഴ്സ് കൊടുത്തു. ട്രാൻസ്ഫോമർ ശരിക്കും ഒരു AC മെഷീനാണ്, AC സോഴ്സിലാണ് ഇത് വർക്ക് ചെയ്യുക. അതുകൊണ്ട് നമ്മളൊരു AC സപ്ലൈ ആണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് നമ്മളൊരു സൈൻ വേവ് കൊടുക്കുമ്പോൾ കോറ് അതിനനുസരിച്ച് മാഗ്നറ്റൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സൈൻ വേവ് കൊടുക്കുന്നു, അതിന് മാക്സിമം മാഗ്നറ്റൈസേഷൻ, അതായത് ഒരു AC വേവിൻ്റെ ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ 1/4 ഭാഗം കൊണ്ടാണ് ഇത് മാക്സിമം മാഗ്നറ്റൈസേഷൻ സംഭവിക്കുന്നത്. അതിനുള്ള ടൈം പീരീഡ് ബൈ 4 അല്ലെങ്കിൽ 1/4f. The average rate of change of flux is equal to phi max divided by 1/4f. നമ്മൾ ചെയ്യുമ്പോൾ 4f ഇൻറ്റു പൈ എം വെബർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. വെബർ പെർ സെക്കൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലക്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് നമ്മൾ പാരഡൈസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പഠിച്ചു. അത് തന്നെയാണ് EMF അല്ലെങ്കിൽ വോൾട്ടേജ്. നേരം ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഈക്വൽ ടു 4f ഇൻറ്റു പൈ എം വോൾട്ട്സ്. Now rate of change of flux per turn means induced EMF in volts. The average EMF per turn is equal to 4 into f into pi m. ആവറേജ് EMF അല്ല ശരിക്കും നമുക്ക് വേണ്ടത് RMS EMF ആണ്. അതായത് AC ക്വാണ്ടിറ്റീസിൽ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആവറേജിനേക്കാളും RMS ആണ്.
ആർ എം എസും ആവറേജും ഒരു പ്യുവർ സൈൻ വേവിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം. ഇതിൻ്റെ വാല്യൂ 1.11 ആണ്. ഫോം ഫാക്ടർ 1.11 ആണെങ്കിൽ ആവറേജ് നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് ആർ എം എസ് കണ്ടുപിടിക്കാൻ ആവറേജ് ഇൻറ്റു ഫോം ഫാക്ടർ ചെയ്താൽ മതി. അതായത് ആർ എം എസ് വാല്യൂ ഓഫ് ഇ എം എഫ് പെർ ടേൺ ഈസിക്കൽ ടു 1.11 ഇൻറ്റു 4F ഇൻറ്റു 5M. 5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് കോറിൽ ഉണ്ടായ മാഗ്നറ്റൈസേഷൻ, മാക്സിമം മാഗ്നറ്റൈസേഷൻ ആണ്, മാക്സിമം മാഗ്നറ്റിക് ഫ്ലക്സ്. ആർ എം എസ് വാല്യൂ ഓഫ് ഇ എം എഫ് പെർ ടേൺ ഈസിക്കൽ ടു 4.44 ഇൻറ്റു എഫ് ഇൻറ്റു 5M വോൾട്ട്സ്. അങ്ങനെയെങ്കിൽ പ്രൈമറി വൈൻഡിങ്ങിൽ N1 ടേൺസ് ആണുള്ളത്. അതുകൊണ്ട് പ്രൈമറി വൈൻഡിങ്ങിലുള്ള ഇ എം എഫ് 4.44 ഇൻറ്റു എഫ് ഇൻറ്റു 5M ഇൻറ്റു N1. ഇനി 5M ഫ്ലക്സ് ഡെൻസിറ്റീൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ എന്നുള്ള രീതിയിൽ എഴുതി, BM ഇൻറ്റു A. ഇനി അതേപോലെ സെക്കൻഡറി വൈൻഡിങ്ങിൽ E2 ആണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അതായത് സെക്കൻഡറി വൈൻഡിങ്ങിൽ ഉണ്ടായ ഇ എം എഫ് 4.44 ഇൻറ്റു എഫ് ഇൻറ്റു 5M ഇൻറ്റു N2, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. E2 is equal to 4.44 into F into N2 into 5M BM into A എന്ന് എഴുതി. നേരം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, E1 by N1 എടുക്കുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ 4.44 into F into BM into A എന്ന് കിട്ടും. അതേപോലെ E2 by N2 എടുക്കുകയാണെങ്കിൽ 4.44 into F into BM into A എന്ന് കിട്ടും. അതായത് പ്രൈമറിയിലും സെക്കൻഡറിയിലും ഇ എം എഫ് പെർ ടേൺ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. E1 by N1 is equal to E2 by N2 is equal to 4.44 into F into 5M. 5M is equal to BM into A. If N2 is greater than N1, അതായത് സെക്കൻഡറി വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെങ്കിൽ K is greater than 1. Kനെ വിളിക്കുന്നത് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്നാണ്. സെക്കൻഡറി വൈൻഡിങ്ങിൽ കൂടുതൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന ഇ എം എഫ് കൂടുതലായിരിക്കും. പ്രൈമറി വൈൻഡിങ്ങിനേക്കാളും അപേക്ഷിച്ച് സെക്കൻഡറി വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫോമറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇഫ് N2 ഈസ് ലെസ് ദാൻ N1, അതായത് K ലെസ് ദാൻ 1 ആണെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസ്ഫോമറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അതായത് പ്രൈമറി വൈൻഡിങ്ങിലാണ് ഹയർ വോൾട്ടേജ് ഉണ്ടാവുക, സെക്കൻഡറി വൈൻഡിങ്ങിൽ വോൾട്ടേജ് കുറവായിരിക്കും. അന്നേരം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൈമറി വൈൻഡിങ്ങിൽ വോൾട്ടേജ് കൂടുതലും സെക്കൻഡറി വൈൻഡിങ്ങിൽ വോൾട്ടേജ് കുറവുമാണ്. അതായത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ പ്രൈമറി വൈൻഡിങ്ങിലുള്ള കറണ്ട് കുറവായിരിക്കും, അതേപോലെ സെക്കൻഡറി വൈൻഡിങ്ങിലുള്ള കറണ്ട് കൂടുതലായിരിക്കും. അതായത് വോൾട്ടേജ് കുറവുള്ള വൈൻഡിങ്ങിൽ കറണ്ട് കൂടുതലായിരിക്കും, വോൾട്ടേജ് കൂടുതലുള്ള വൈൻഡിങ്ങിൽ കറണ്ട് കുറവായിരിക്കും. Rating of a transformer. The rating is the load carrying capability of the machine. It shows the maximum value of the voltage at which the machine is designed, and the current consumption occurs at that voltage. അതൊരു മെഷീനിന് സാധാരണ അതിനൊരു റേറ്റിംഗ് ഉണ്ടാവും. ആ റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാക്സിമം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജും കറണ്ടും ഇതൊക്കെയാണ് ഉണ്ടാവുക. The machines are always rated in watts, but the alternator and transformer are exceptions. അതായത് ട്രാൻസ്ഫോമറും ആൾട്ടർനേറ്ററും
ആൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ എ സി വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്, ഒരു ജനറേറ്ററാണ്. ട്രാൻസ്ഫോമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റിംഗ് വോൾട്ട് ആംബിയേഴ്സിലാണ്. വി ഇൻറ്റു എ, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, വോൾട്ട് ആംബിയേഴ്സ്. വോൾട്ട് ആംബിയേഴ്സ് എന്ന് പറയുന്ന റേറ്റിങ്ങിലാണ് ട്രാൻസ്ഫോമർ റേറ്റിംഗ് ഉണ്ടാവുക. അന്നേരം ഇവിടെ ഈ ചിത്രത്തിലൊരു ട്രാൻസ്ഫോമറുടെ റേറ്റിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. കെ വി എ ഈസിക്കൽ ടു 63 എന്ന് കൊടുത്തിട്ടുണ്ട്. 63 കെ വി എ ആണ്, 63 കിലോ വോൾട്ട് ആംബിയേഴ്സ് ആണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ്. അങ്ങനെ ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് വോൾട്ട് ആംബിയേഴ്സിനാണ് ഉള്ളത്. അങ്ങനെ എന്തുകൊണ്ടാണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് കെ വി എയിലുള്ളത്? നമ്മൾ നോക്കാൻ പോകുന്ന ഇനി അടുത്ത മെഷീൻസുകളിലെല്ലാം മോട്ടോഴ്സുകളിലെല്ലാം അതിൻ്റെ റേറ്റിംഗ് കിലോ വാട്ടിലാണുള്ളത്. എന്നാൽ ഒരു ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് കെ വി എയിലാണുള്ളത്. The machines which consumes power are rated in kilowatt. But the main work of transformer is to transmit the power and not to consume the power. ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ കൺസ്യൂം ചെയ്യുക എന്നുള്ളതല്ല, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെയാണ് അത് വോൾട്ട് ആംബിയേഴ്സിൽ റേറ്റ് ചെയ്തേക്കുന്നത്. അതായത് ട്രാൻസ്ഫോമറിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ സെക്കൻഡറിയിൽ എന്തൊക്കെയാണ് കണക്ട് ചെയ്യാൻ പോവുക എന്ന് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്യുന്ന ആൾ ഒരു യൂണിറ്റി പവർ ഫാക്ടറാണ്. യൂണിറ്റി പവർ ഫാക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്യുവർലി റെസിസ്റ്റീവ് ലോഡാണ് അതിൻ്റെ എൻഡിൽ കണക്ട് ചെയ്യാന്നാണ് കരുതിയിട്ടാണ് ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്യുന്നത്. The rating of the transformer is expressed in volt amperes, kilovolt amperes and megavolt amperes depending on the size of the transformer. ട്രാൻസ്ഫോമറിൻ്റെ സൈസ് അനുസരിച്ച് അതിൻ്റെ റേറ്റിംഗ് വോൾട്ട് ആംപിയറിലും കാണാം, കിലോ വോൾട്ട് ആംപിയറിലും കാണാം, മെഗാ വോൾട്ട് ആംപിയേഴ്സിലും കാണാം. അതായത് നമ്മുടെ വീടുകളിലേക്കൊക്കെ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെയൊക്കെ റേറ്റിംഗ് കിലോ വോൾട്ട് ആംപിയേഴ്സിലേക്ക് ആയിരിക്കും. അതേപോലെ പവർ ട്രാൻസ്ഫോമേഴ്സ് ആർ റേറ്റഡ് ഇൻ മെഗാ വോൾട്ട് ആംപിയേഴ്സ്. അതായത് ബിഗ് ട്രാൻസ്ഫോമേഴ്സ്, നല്ല വലുപ്പമുള്ള ട്രാൻസ്ഫോമേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റീസ് ഉള്ള ട്രാൻസ്ഫോമേഴ്സ് ആയിരിക്കും. അതിൻ്റെയൊക്കെ റേറ്റിംഗ് മെഗാ വോൾട്ട് ആംപിയേഴ്സിൽ ആയിരിക്കും. ഇനി അതേപോലെ വേറൊരു കാരണം, വൈ റേറ്റിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ഇൻ കെ വി എ. Transformer consumes the power regarding losses. The copper and iron are of two types of losses occurring in transformer. ഒരു ട്രാൻസ്ഫോമറിൽ ഉള്ള ലോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പർ ലോസസും അയൺ ലോസസും. കോപ്പർ ലോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പർ പാർട്സ്, അതായത് പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്സിലും സംഭവിക്കുന്ന ലോസസ് ആണ് കോപ്പർ ലോസസ്. അതേപോലെ അയൺ ലോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയൺ പാർട്സ്, അതായത് ട്രാൻസ്ഫോമർ കോറിൽ സംഭവിക്കുന്ന ലോസസ് ആണ് അയൺ ലോസസ്. നേരെ കോപ്പർ ലോസ് പ്രൈമറി വൈൻഡിങ്ങിലും സെക്കൻഡറി വൈൻഡിങ്സിലുമാണ് ഉണ്ടാവുക. പ്രൈമറി വൈൻഡിങ്ങിലും സെക്കൻഡറി വൈൻഡിങ്സിലും കോപ്പർ ലോസ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി വൈൻഡിങ്ങിലും സെക്കൻഡറി വൈൻഡിങ്ങിലും കറണ്ട് ഒഴുകുന്നത് കൊണ്ടാണ് ഈ വൈൻഡിങ്സിൽ ഈ കോപ്പർ ലോസ് ഉണ്ടാകുന്നത്. ഈ അയൺ ലോസ് കറണ്ട് ഒഴുകിയാലും ഇല്ലെങ്കിലും നമ്മളൊരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഈ അയൺ ലോസ് ഉണ്ടാവും. അതുകൊണ്ട് വോൾട്ടേജും കറണ്ടിൻ്റെയും ഒരു പ്രൊഡക്റ്റ് ആണ് ശരിക്കും, അല്ലെങ്കിൽ വോൾട്ടേജും കറണ്ടും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ രണ്ട് ലോസും സംഭവിക്കുന്നത്. ആ ഒരു കാരണം ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് കെ വി എയിൽ ആവാൻ കാരണമാണെന്ന് പറയുന്നുണ്ട്. In simple terms, iron losses are the losses that occur in the iron parts of the machine, while copper losses are those that occurs in the conducting copper windings of the machine.
Iron losses are almost independent of the load current in the machine and are termed constant losses. അതായത് പ്രൈമറി വൈൻഡിങ്ങിലും സെക്കൻഡറി വൈൻഡിങ്ങിലും എത്രമാത്രം കറണ്ട് ഒഴുകുന്നു എന്നുള്ളതിനെ ബാധിക്കും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല അയൺ ലോസസ് ഉള്ളത്. അയൺ ലോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫോമർ കോറിൽ സംഭവിക്കുന്ന ലോസസ് ആണ് അയൺ ലോസസ്. കറണ്ട് ഒഴുകിയാലും ഒഴുകിയില്ലെങ്കിലും അയൺ ലോസസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ കോൺസ്റ്റന്റ് ലോസസ് എന്ന് പറയും. കറണ്ട് ഒഴുകിയാലും ഇല്ലെങ്കിലും അയൺ ലോസസ് കോൺസ്റ്റന്റ് ആണ്. കറണ്ട് ഒഴുകാത്ത സമയത്ത് നമ്മൾ മെഷീൻ നോ ലോഡിലാണെന്ന് പറയാം. കാരണം നോ ലോഡ് ലോസ് എന്നും പറയാം. അയൺ ലോസസ് ആർ ഓൾസോ ടേംഡ് ആസ് നോ ലോഡ് ലോസസ്. ഈ കോപ്പർ ലോസസ് ആർ ഡിപ്പെൻഡന്റ് ഓൺ ലോഡ് കറണ്ട്. അതായത് പ്രൈമറി വൈൻഡിങ്ങിലും സെക്കൻഡറി വൈൻഡിങ്ങിലും ഒഴുകുന്ന കറണ്ട് കൊണ്ടാണ് കോപ്പർ ലോസസ് ഉണ്ടാകുന്നത്. കോപ്പർ ലോസസ് ആർ ദസ് ഡിപ്പെൻഡന്റ് ഓൺ ലോഡ് കറണ്ട് ആൻഡ് ആർ ടേംഡ് വേരിയബിൾ ലോസസ്. എത്രമാത്രം കറണ്ട് ഒഴുകുന്നു എന്നനുസരിച്ചാണ് കോപ്പർ ലോസസ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വേരിയബിൾ ലോസസ് ആണ്. Iron losses are constituted by hysteresis loss and eddy current loss. അതായത് ട്രാൻസ്ഫോമർ കോർ അയൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അയൺ അല്ലെങ്കിൽ സ്റ്റീൽ. അന്നേരം നമ്മൾ കോറിൽ ഒരു മാഗ്നറ്റൈസേഷൻ, അതായത് നമ്മളൊരു കറണ്ട് കൊടുക്കുകയാണെങ്കിൽ, കറണ്ട് പ്രൈമറി വൈൻഡിങ്ങിൽ കൊടുക്കുകയാണെങ്കിൽ കോറും മാഗ്നറ്റൈസ് ആവും. അതായത് നമ്മൾ എ സി വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. എ സി വോൾട്ടേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ട്. അതായത് വോൾട്ടേജ് കൂടുന്നു കുറയുന്നു, ആ രീതിയിലാണ് എ സി വോൾട്ടേജ് മാറുന്നത്. അന്നേരം അതിനനുസരിച്ച് ട്രാൻസ്ഫോമർ കോർ മാഗ്നറ്റൈസ് ചെയ്യും, ഡീമാഗ്നറ്റൈസ് ചെയ്യും. അന്നേരം ഏതൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്ത് നോക്കുകയാണെങ്കിലും അതിൽ ചെറിയൊരു അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അത് റീറ്റെയിൻ ചെയ്യാൻ നോക്കും. അതായത് ഒരു തരം മാഗ്നറ്റിക് ഇനേർഷ്യ ഉണ്ട് എന്ന് പറയാം ചില മെറ്റീരിയൽസിന്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാഗ്നറ്റൈസേഷൻ കേർവ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു ഷേപ്പാണ് കിട്ടുക. അതായത് നമ്മൾ കൊടുക്കുന്ന കറണ്ടിനെ സൂചിപ്പിക്കുന്ന ഒരു ലെറ്ററാണ്, ഒരു സിമ്പിളാണ് എച്ച്. അന്നേരം ഈ കോറിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ് ബി. അന്നേരം അതിൻ്റെ ഒരു ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു കേർവിന് പറയുന്നത് ബി എച്ച് കേർവ് അല്ലെങ്കിൽ ഹിസ്റ്റെറിസിസ് കേർവ് എന്നുള്ളതാണ്. ഈ ലൂപ്പിന് പറയുന്ന പേരാണ് ഹിസ്റ്റെറിസിസ് ലൂപ്പ്. ഹിസ്റ്റെറിസിസ് ലൂപ്പിന്റെ ഏരിയ ശരിക്ക് ഹിസ്റ്റെറിസിസ് ലോസിന്റെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഹിസ്റ്റെറിസിസ് ലൂപ്പിന്റെ ഏരിയ വളരെ കുറവുള്ള ഒരു മെറ്റീരിയലാണ് സാധാരണ ട്രാൻസ്ഫോമർ കോർ നിർമ്മിക്കാൻ ഉപയോഗിക്കുക. അതിനൊരു എക്സാമ്പിളാണ് CRGO സ്റ്റീൽ. Cold rolled grain oriented steel is used to make the core of heavy transformers to reduce hysteresis loss. Eddy currents induced in the iron core of the machine contributes to eddy current losses in the machine. എഡി കറൻസ് എന്ന് പറയുന്നത് അയൺ പാർട്സിൽ, അതായത് ട്രാൻസ്ഫോമർ കോറിലുള്ള അയൺ പാർട്സിൽ ഉണ്ടാകുന്ന എഡി കറൻസ് മൂലം ഉണ്ടാകുന്ന ലോസസ് ആണ് എഡി കറന്റ് ലോസസ്. എഡി കറന്റ് ലോസസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാമിനേറ്റഡ് സ്റ്റീൽ ഷീറ്റ്സ് ഉപയോഗിക്കുന്നത്. ബോത്ത് ഹിസ്റ്റെറിസിസ് ലോസ് ആൻഡ് എഡി കറന്റ് ലോസസ് ആർ ഡിപ്പെൻഡന്റ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് AC സപ്ലൈ. എഡി കറന്റ് ലോസും ഹിസ്റ്റെറിസിസ് ലോസും, അതായത് അയൺ ലോസസ് ഒക്കെ AC സപ്ലൈൻ്റെ ഫ്രീക്വൻസി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. Copper losses, I2R losses are due to the load current flowing through the winding resistances. കോപ്പർ ലോസ് നേരത്തെ പറഞ്ഞ പോലെ ലോഡ് കറൻറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. So the copper losses at half the full load current is 1/4 the full load copper loss. ഫുൾ ലോഡ് കറണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം കറണ്ട് that can pass through the machine. ഫുൾ ലോഡ് കറണ്ട്
പകുതി കറണ്ടിൽ ആണ് ഈ ട്രാൻസ്ഫോമറിലുള്ള കറണ്ട് എങ്കിൽ, അതായത് ട്രാൻസ്ഫോമറിൽ ഒഴുകുന്ന കറണ്ട് ഫുൾ ലോഡ് കറണ്ടിൻ്റെ പകുതിയാണെങ്കിൽ കോപ്പർ ലോസ് 1/4 ആകും. അതായത് I² ആണ് ബന്ധം എന്നുള്ളത് കൊണ്ട് I²R ആണ് നമ്മൾ കോപ്പർ ലോസ് എന്ന് പറയാം. I² ലോസസ് ആർ ഓൾസോ കോൾഡ് ആസ് കോപ്പർ ലോസ്. ഫുൾ ലോഡ് കറണ്ടിൻ്റെ പകുതിയാണ് കറണ്ടെങ്കിൽ ട്രാൻസ്ഫോമറിലുള്ള കോപ്പർ ലോസ് 1/4 ആകും. നേരെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ കോർ ലോസും അതായത് അയൺ ലോസും കോൺസ്റ്റന്റ് ലോസസ് ആണ് അയൺ ലോസും കോർ ലോസും ഒക്കെ. നേരെ ഇത് പ്രത്യേകം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റാണ് നോ ലോഡ് ടെസ്റ്റ്. ഇനി കോപ്പർ ലോസ്, ഫുൾ ലോഡ് കോപ്പർ ലോസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റാണ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്. ഈ രണ്ട് ടെസ്റ്റ് നടത്തിയിട്ടാണ് നമ്മളൊരു ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി, അതായത് ഒരു ട്രാൻസ്ഫോമർ പല ലോഡുകളിൽ അതിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന രണ്ട് ടെസ്റ്റുകളാണ് നോ ലോഡ് ടെസ്റ്റും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റും. നോ ലോഡ് ടെസ്റ്റിൽ നമുക്ക് കിട്ടുന്നത് കോർ ലോസും അയൺ ലോസും, അതായത് കോർ ലോസ് ഓർ അയൺ ലോസ് ഓർ കോൺസ്റ്റന്റ് ലോസസ്. അയൺ ലോസിനെ തന്നെയാണ് കോർ ലോസ് എന്ന് വിളിക്കുന്നത്, കോൺസ്റ്റന്റ് ലോസ് എന്നൊക്കെ വിളിക്കുന്നത്. നോ ലോഡ് ടെസ്റ്റ് വഴിയാണ് നമുക്ക് ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതിനെ നോ ലോഡ് ലോസ് എന്ന് വിളിക്കാം. ഫുൾ ലോഡ് കോപ്പർ ലോസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ കണ്ടക്ടിങ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്. ഈ പവർ ട്രാൻസ്ഫോമേഴ്സും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സും തമ്മിലുള്ള വ്യത്യാസം. പവർ ട്രാൻസ്ഫോമേഴ്സ് ആർ യൂസ്ഡ് ഇൻ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് ഓഫ് ഹയർ വോൾട്ടേജസ് ഫോർ സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ആപ്ലിക്കേഷൻ. അതായത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ അതിനെ ഹൈ വോൾട്ടേജിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇത് പിന്നീട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഹൈ വോൾട്ടേജിലാണ് പവർ ട്രാൻസ്ഫോമേഴ്സ് റേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ ഹൈ പവർ ഹാൻഡ്ലിംഗ് കപ്പാബിലിറ്റീസും ഈ പവർ ട്രാൻസ്ഫോമേഴ്സിനുണ്ട്. അത് തന്നെയാണ് പവർ ട്രാൻസ്ഫോമേഴ്സിനെയും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിനെയും വേർതിരിക്കുന്നത്. പവർ ട്രാൻസ്ഫോമേഴ്സ് ആർ ജനറലി റേറ്റഡ് അബവ് 200 മെഗാവോൾട്ട് ആംപിയേഴ്സ്. അതേപോലെ പവർ ട്രാൻസ്ഫോമേഴ്സിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ്സും ഹയർ ആയിരിക്കും. 400 കിലോ വോൾട്ട്, 200 കിലോ വോൾട്ട്, 110 കിലോ വോൾട്ട്, 66, 33 കിലോ വോൾട്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും പവർ ട്രാൻസ്ഫോമേഴ്സിൻ്റെ റേറ്റിംഗ്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിൻ്റെ റേറ്റിംഗ് പവർ ട്രാൻസ്ഫോമേഴ്സിനെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. 11 കിലോ വോൾട്ട്, 6.6, 3.3, 440, 230 വോൾട്ട്സ് ഒക്കെ. And they are generally rated less than 200 മെഗാവോൾട്ട് ആംപിയേഴ്സ്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിൻ്റെ സൈസ് പവർ ട്രാൻസ്ഫോമേഴ്സിനെ അപേക്ഷിച്ച് വളരെ ചെറുതായിരിക്കും. ഇനി അടുത്തത് ഓട്ടോ ട്രാൻസ്ഫോമർ. അന്നേരം ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മൾ ഇതുവരെ പറഞ്ഞ കൺവെൻഷണൽ ട്രാൻസ്ഫോമേഴ്സിൽ നിന്ന് വ്യത്യാസമായിട്ടിരിക്കുന്ന ഒരു ട്രാൻസ്ഫോമറാണ്. അന്നേരം ഇവിടെ ആകെ ഒരു വൈൻഡിങ്ങേ ഉള്ളൂ. അന്നേരം ഈ ഒരു വൈൻഡിങ്ങിൽ ഒരു പ്രത്യേക ഭാഗം പ്രൈമറി ആയിട്ടും വേറൊരു ഭാഗം സെക്കൻഡറി ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഇല്ല. നമ്മൾ കൺവെൻഷണൽ ട്രാൻസ്ഫോമറിൽ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും തമ്മിൽ ഒരു ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഉണ്ട്. എന്നാൽ ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിൽ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും തമ്മിൽ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഇല്ല. പക്ഷേ ഇവിടെ മാഗ്നറ്റിക് കപ്ലിങ്ങും ഉണ്ട്. അതായത് പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും തമ്മിൽ മാഗ്നറ്റിക്കലി they are coupled and also they are electrically coupled. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിൽ പവർ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കണ്ടക്ഷൻ പ്രോസസ്സും അതേപോലെ ഇൻഡക്ഷൻ പ്രോസസ്സും വഴിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്ഫോമറിന് കൂടുതൽ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗിവൺ സൈസ്,
ആൻഡ് മാസ് തരികയാണെങ്കിൽ ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിന് കൂടുതൽ പവർ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. നേരെ അതിൻ്റെ ആപ്ലിക്കേഷനാണ് ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് വിത്ത് എ നമ്പർ ഓഫ് ടാപ്പിംഗ് ആർ യൂസ്ഡ് ഫോർ സ്റ്റാർട്ടിംഗ്, ഇൻഡക്ഷൻ ആൻഡ് സിങ്ക്രണസ് മോട്ടോഴ്സ്. അതായത് ഒരു മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കാം. Auto transformer is used as a variac in laboratory and or where continuous variable voltage over broad ranges are required. അതായത് ഓട്ടോ ട്രാൻസ്ഫോമർ വഴി ഫോർ എക്സാമ്പിൾ നമുക്ക് 0 to 230 വോൾട്ട് നമുക്ക് നമ്മുടെ വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന നമുക്കൊരു ലോഡ് കണക്ട് ചെയ്യണമെന്ന് കരുതുക. ആ ലോഡിൽ നമുക്ക് 0 to 230 വോൾട്ടേജ് നമുക്ക് വോൾട്ടേജ് ചേഞ്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഓട്ടോ ട്രാൻസ്ഫോമർ. ഇനി അടുത്തത് വെൽഡിംഗ് ട്രാൻസ്ഫോമർ ആണ്. വെൽഡിംഗ് ട്രാൻസ്ഫോമർ ഈസ് ബേസിക്കലി എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വിത്ത് ഹൈ റിയാക്ടൻസ് ബോത്ത് ഇൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി. Welding transformer has thin primary windings with a large number of turns, while the secondary is having more area of cross section with a less number of turns. This ensures very high current and less voltage in secondary. പ്രൈമറി വൈൻഡിങ്ങിൽ കൂടുതൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, അതേപോലെ തിൻ വയേഴ്സ് ആണ്. സെക്കൻഡറി വൈൻഡിങ്ങിൽ ലെസ് നമ്പർ ഓഫ് ടേൺസ് ആണ്, തിക്ക് വയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡറി വൈൻഡിങ്ങിൽ കൂടുതൽ കറണ്ട് ഉണ്ടാവും. നേരെ ഈ കറണ്ട് സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ ഒരെൻഡ് അതായത് ഇലക്ട്രോഡിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഒരെൻഡ് അതായത് നമ്മൾ വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെറ്റലിലേക്കും കണക്ട് ചെയ്യും. One end of the secondary is connected to the welding electrode and another is connected to the pieces to be welded. Due to the contact resistance between the electrode and the pieces to be welded, when a high current flows, I2R heat is developed. This heat is very large and the tip of the electrode melts and fills the gap between the two pieces. ഇവിടെ I2R ഹീറ്റ് ഉണ്ടാകുന്നത് വളരെ കൂടുതലാണ്. ഈ ഒരു ഹീറ്റ് മൂലം ടിപ്പ് ഓഫ് ദി ഇലക്ട്രോഡ് ഉരുകും, അതേപോലെ രണ്ട് മെറ്റൽസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഒരു വെൽഡിംഗ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ.